പരിസ്ഥിതി സൗഹൃദവും ആധുനിക സൗകര്യങ്ങളുമുള്ള ജലഗതാഗത സംവിധാനമായി ലോകത്തിന്റെ ശ്രദ്ധ നേടിയ കൊച്ചി വാട്ടർ മെട്രോ ഇന്ത്യയിലെ നഗരഗതാഗത ചരിത്രത്തിൽ പുതിയ മാതൃക സൃഷ്ടിച്ചതോടെയാണ് കേന്ദ്ര സർക്കാർ രാജ്യവ്യാപകമായ സാധ്യതകൾ പരിശോധിക്കാൻ കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിനെ ചുമതലപ്പെടുത്തിയത്. ജലമേഖലയെ അടിസ്ഥാനമാക്കി പൊതുഗതാഗത സംവിധാനം ഒരുക്കുന്നതിൽ കൊച്ചി മാതൃക വിജയകരമാണെന്ന് തെളിഞ്ഞതോടെ രാജ്യത്തെ മറ്റ് നഗരങ്ങളിലും ഇതിന്റെ സാധ്യതകൾ വിലയിരുത്താനുള്ള ശ്രമങ്ങൾ ശക്തമായി. മിനിസ്ട്രി ഓഫ് പോർട്ട്, ഷിപ്പിംഗ് ആൻഡ് വാട്ടർവേസ് കഴിഞ്ഞ നവംബറിലാണ് രാജ്യത്തെ 18 കേന്ദ്രങ്ങളിൽ വാട്ടർ മെട്രോ നടപ്പാക്കാനുള്ള സാധ്യതാ പഠനം നടത്താൻ KMRLനെ ചുമതലപ്പെടുത്തിയത്. രാജ്യത്ത് ആദ്യമായി കൊച്ചിയിൽ വാട്ടർ മെട്രോ വിജയകരമായി നടപ്പാക്കിയ അനുഭവ സമ്പത്ത് കൊച്ചി മെട്രോയ്ക്ക് ഈ ദൌത്യത്തിൽ വലിയ കരുത്തായി. നഗരഗതാഗത പ്രശ്നങ്ങൾക്ക് ജലപാതകളെ ഉപയോഗിച്ച് പരിഹാരം കാണാമെന്ന ആശയം പ്രായോഗികമായി നടപ്പാക്കി കാണിച്ച മാതൃകയാണ് കൊച്ചി വാട്ടർ മെട്രോ. റെക്കോർഡ് വേഗത്തിലാണ് രാജ്യത്തെ വിവിധ നഗരങ്ങളും ജലമേഖലകളും സന്ദർശിച്ച് നടത്തിയ വിശദമായ പഠന റിപ്പോർട്ടുകൾ ഇൻലാൻഡ് വാട്ടർവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് സമർപ്പിച്ചത്. ഓരോ നഗരത്തിലുമുള്ള ജലപാതകളുടെ സ്വഭാവം, യാത്രക്കാരുടെ ആവശ്യകത, നിലവിലുള്ള ഗതാഗത സംവിധാനങ്ങളുമായുള്ള ഏകീകരണം, പരിസ്ഥിതി സ്വാധീനം തുടങ്ങിയ നിരവധി ഘടകങ്ങൾ വിശദമായി പരിശോധിച്ച ശേഷമാണ് റിപ്പോർട്ടുകൾ തയ്യാറാക്കിയത്. കൊച്ചി മാതൃകയ്ക്ക് ദേശീയ തലത്തിൽ ലഭിക്കുന്ന അംഗീകാരമാണ് ഈ സാധ്യതാ പഠനം വ്യക്തമാക്കുന്നതെന്ന് KMRL മാനേജിംഗ് ഡയറക്ടർ ലോക്നാഥ് ബെഹ്റ പറഞ്ഞു. സുസ്ഥിരവും സാങ്കേതികവിദ്യ അധിഷ്ഠിതവുമായ ജലഗതാഗതം നഗരഗതാഗതത്തിന് പ്രായോഗിക പരിഹാരമായി മാറാമെന്നത് കൊച്ചി വാട്ടർ മെട്രോ തെളിയിച്ചിട്ടുണ്ട്. ഈ സാധ്യതാ പഠന റിപ്പോർട്ടുകളുടെ സമർപ്പണം രാജ്യവ്യാപകമായ ഒരു വലിയ യാത്രയുടെ തുടക്കമാണ്. ശുദ്ധവും കാര്യക്ഷമവും ഏകീകൃതവുമായ ജലാധിഷ്ഠിത പൊതുഗതാഗത സംവിധാനത്തിനായി KMRLന്റെ പരിചയവും വൈദഗ്ധ്യവും പ്രയോജനപ്പെടുത്താൻ കഴിയുന്നത് അങ്ങേയറ്റം അഭിമാനാർഹമായ കാര്യമാണെന്നും ലോക്നാഥ് ബെഹ്റ പറഞ്ഞു. രാജ്യത്തെ 11 സംസ്ഥാനങ്ങളും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉൾപ്പെടെ 18 കേന്ദ്രങ്ങളിലാണ് വാട്ടർ മെട്രോ സാധ്യതാ പഠനം നടത്തിയത്. ശ്രീനഗർ, ഗുവാഹത്തി, ടെസ്പൂർ, ഡിബ്രുഗഡ്, പട്ന, വാരണാസി, അയോധ്യ, പ്രയാഗ്രാജ്, അഹമ്മദാബാദ്, കട്ടക്, സൂറത്ത്, ഗോവ, മംഗളൂരു, കൊല്ലം, ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്, ആലപ്പുഴ എന്നിവിടങ്ങളിലാണ് പഠനം പൂർത്തിയാക്കിയത്. ലക്ഷദ്വീപും കൊൽക്കത്തയും ഉൾപ്പെടെയുള്ള 2 കേന്ദ്രങ്ങളിൽ പഠനം പുരോഗമിക്കുകയാണ്. കനാൽ, നദി, കായൽ, കടൽ, പോർട്ട് വാട്ടർ എന്നിവ ഉൾപ്പെടുന്ന വൈവിധ്യമാർന്ന ജലമേഖലകളിൽ നഗരഗതാഗതത്തിനായി വാട്ടർ മെട്രോ സംവിധാനം നടപ്പാക്കാനുള്ള സാധ്യതകൾ വിലയിരുത്തുന്നതായിരുന്നു ഈ പഠനത്തിന്റെ ലക്ഷ്യം. നഗരങ്ങളിലെ ഗതാഗത തിരക്ക് കുറയ്ക്കുക, മലിനീകരണം നിയന്ത്രിക്കുക, കുറഞ്ഞ ചെലവിൽ വേഗതയേറിയ യാത്രാ സൗകര്യം ഒരുക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് ഈ പദ്ധതി മുന്നോട്ട് വയ്ക്കുന്നത്. ഇതോടൊപ്പം മുംബൈ മെട്രോപൊളിറ്റൻ മേഖലയിലുടനീളം വൈതർണ, വസായ്, മനോരി, താനെ, പനവേൽ, കരാഞ്ച തുടങ്ങിയ ജലാശയങ്ങളെ ബന്ധിപ്പിച്ച് വാട്ടർ മെട്രോ ആരംഭിക്കാനുള്ള വിശദ പദ്ധതി റിപ്പോർട്ടും KMRL മഹാരാഷ്ട്ര സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട്. ഏകദേശം 250 കിലോമീറ്റർ നീളമുള്ള ജലപാത ഉൾപ്പെടുന്ന ഈ പദ്ധതിയിൽ 10 റൂട്ടുകൾ, 49 ടെർമിനലുകൾ, 207 ബോട്ടുകൾ എന്നിങ്ങനെയാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. നഗരത്തിലെ റോഡ് ഗതാഗത സമ്മർദ്ദം കുറയ്ക്കുന്നതിന് ഈ പദ്ധതി വലിയ സഹായകമാകുമെന്നാണ് വിലയിരുത്തൽ. മഹാരാഷ്ട്ര സർക്കാർ നടത്തിയ ഓപ്പൺ ടെൻഡറിൽ മത്സരിച്ചാണ് KMRL ഈ പദ്ധതിയുടെ സാധ്യതാ പഠനവും തുടർന്ന് വിശദ പദ്ധതി റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനുള്ള കരാറും നേടിയത്. നിലവിലുള്ള മനുഷ്യവിഭവശേഷി ഉപയോഗിച്ചും മറ്റു പദ്ധതികളുടെ നിർവഹണത്തിന് തടസ്സം വരുത്താതെയും ഈ കൺസൾട്ടൻസി സേവനത്തിലൂടെ ഏകദേശം 8 കോടി രൂപയുടെ വരുമാനമാണ് KMRL നേടിയത്. രാജ്യത്തെ ഇത്രയും വൈവിധ്യമാർന്ന ജലമേഖലകളിൽ വാട്ടർ മെട്രോ നടപ്പാക്കാനുള്ള സാധ്യതകൾ വിലയിരുത്തുക എന്നത് വലിയ സാങ്കേതിക വെല്ലുവിളിയായിരുന്നു. എന്നാൽ പരിചയസമ്പന്നമായ എഞ്ചിനീയറിംഗ്, ഓപ്പറേഷൻസ്, പ്ലാനിംഗ് ടീമുകളുടെ മികവാണ് ഈ ദൌത്യം വിജയകരമായി പൂർത്തിയാക്കാൻ KMRLന് കരുത്തായത്. ഇതോടെ മെട്രോ റെയിൽ പദ്ധതികൾ രാജ്യത്ത് വ്യാപിപ്പിക്കുന്നതിൽ ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ വഹിച്ച ചരിത്രപരമായ പങ്കുപോലെ നഗര ജലഗതാഗത മേഖലയിലും KMRL ദേശീയ മാതൃകയായി ഉയർന്നു വരികയാണെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഭാവിയിൽ ഇന്ത്യയിലെ നിരവധി തീരദേശ നഗരങ്ങളിലും നദീതീര നഗരങ്ങളിലും വാട്ടർ മെട്രോ സംവിധാനം വ്യാപകമായി നടപ്പാക്കാൻ സാധ്യതയുണ്ടെന്നും അതിലൂടെ ശുദ്ധവും സുസ്ഥിരവുമായ പൊതുഗതാഗതത്തിന് പുതിയ ദിശ തുറക്കുമെന്നും അവർ വിലയിരുത്തുന്നു. കൊച്ചി വാട്ടർ മെട്രോയുടെ വിജയകരമായ പ്രവർത്തനം ഇന്ത്യയുടെ നഗരവികസന നയങ്ങളിലും വലിയ സ്വാധീനം ചെലുത്തിയിരിക്കുകയാണ്. പരിസ്ഥിതി സൗഹൃദ ഇലക്ട്രിക് ബോട്ടുകൾ, സ്മാർട്ട് ടെർമിനലുകൾ, മെട്രോയും ബസ്സുകളും ഉൾപ്പെടുന്ന മറ്റ് ഗതാഗത സംവിധാനങ്ങളുമായുള്ള ഏകീകരണം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഭാവിയിലെ നഗരഗതാഗത സംവിധാനങ്ങൾക്ക് മാതൃകയായി കൊച്ചി മാറിയതായി വിലയിരുത്തപ്പെടുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.